അഞ്ചലോട്ടി കയ്യിലുള്ള വിഭവം വെച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുള്ളൂ. അതിന്റെ പരമാവധി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് മൊറോക്കോക്കെതിരെ സമനില പിടിക്കാൻ കഴിഞ്ഞത്, തോൽക്കാതിരുന്നത് ബ്രസീലിന്റെ ഭാഗ്യം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഫൈനൽ 11 അദ്ദേഹം പൊളിച്ചത് നമുക്ക് നോക്കാം. കൃത്യം സ്കെൽറ്റൻ ആണ്, സെന്ററാണ് അദ്ദേഹം പൊളിച്ചു മാറ്റില്ല. അപ്പോൾ കസമീറോയെ അവിടെ മാറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയൊരു വാണിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഗിമാറസിനെ മാറ്റുന്നുണ്ട്, പക്കയെ മാറ്റുന്നുണ്ട്, ഇഗാർത്തിയൊക്കെ മാറ്റുന്നുണ്ട്. എല്ലാം ഏകദേശം സെൻട്രൽ ലൈന് കേന്ദ്രീകരിച്ച് കളിക്കുന്ന പ്ലേയേഴ്സിനെയാണ് മൊത്തം അഞ്ചലോട്ടി മാറ്റിയിട്ടുള്ളത്. വിങ് ഏറെക്കുറെ, റൈറ്റ് വിങ് മാറ്റിയെങ്കിലും വിങ് ഏറെക്കുറെ അവിടെ ഉണ്ട്, ഫ്രണ്ടിലായാലും ബാക്കിലായാലും. അപ്പോൾ അത് തന്നെയാണ് ബ്രസീലിന്റെ പ്രശ്നം. ഒരു ഫസൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ളത്. ആ റോളിലേക്ക് ഇന്ന് വന്നത് പക്കേറ്റയായിരുന്നു. പക്കേറ്റയാണെങ്കിൽ മഹാബദ്ധമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. എന്ന് അപ്പോൾ നെയ്മറൊക്കെ കളിച്ചിരുന്ന പോലെ വളരെ കൃത്യമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറുടെ അഭാവം കൃത്യമായിട്ട് അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു പൊസിഷൻ ക്ലിയർ ചെയ്യാൻ പാകത്തിലുള്ള, അല്ലെങ്കിൽ അത് കവർ ചെയ്യാൻ പാകത്തിലുള്ള പ്ലെയർ ബ്രസീൽ സ്ക്വാഡിലില്ല എന്നുള്ളത് വരും മത്സരങ്ങളിൽ, അടുത്തൊരു ടൈറ്റ് മത്സരങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും, അതായത് നോക്കൗട്ട് മത്സരങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ആഞ്ചലോട്ടിക്ക് വലിയ തലവേദനയാകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത്.